ഹായ് കൂട്ടുകാരെ, ഇന്ന് ഉലുവക്കഞ്ഞിയാണ് പരിചയപ്പെടുത്തുന്നത്. സന്ധിവേദന, ശരീരവേദന ഒക്കെ കുറയ്ക്കാനും പ്രതിരോധശക്തി കൂട്ടാനും ഉലുവയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. ഉലുവക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല മുതലായ കാര്യങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിൽ അരഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. നാഴിയരി, അതായത് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പുഴുങ്ങൽ അരി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മട്ട അരിയാണ്. 3 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ കഴുകി വാരിയെടുത്തിട്ടുള്ള ചെറുപയർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു കൊഴുപ്പിനും. അതും കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഒരു പാന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളി, എത്ര കൂട്ടുന്നുവോ അത്രയും നന്ന്. ഞാനിവിടെ ഒരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ 6 ചെറിയുള്ളി ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കർക്കിടക മാസത്തിലാണ് ഈ ഉലുവക്കഞ്ഞി കുടിച്ചാൽ കൂടുതൽ ഫലപ്രദം. ഇത് വൈകുന്നേരങ്ങളിൽ കഴിക്കരുത്, ഉച്ചയ്ക്കോ രാവിലെയോ കഴിക്കുക. ഇതിൽ നെയ്യ് വയസ്സായവർക്ക് ചേർത്ത് കൊടുക്കരുത്, കൊളസ്ട്രോൾ ലെവൽ കൂടും. കുട്ടികൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കഞ്ഞിക്കൊരു പ്രത്യേക സ്വാദായതുകൊണ്ട് അവരത് കുടിക്കും. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, പ്രതിരോധ ശക്തി അവരുടെ കൂടും. അത്ര പെട്ടെന്നൊന്നും പനിയും ചുമയൊന്നും വരില്ല. അപ്പോൾ ഏകദേശം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞി നമുക്ക് വേവിച്ചെടുക്കാം. വിസിൽ വരികയാണെങ്കിൽ 4 വിസിൽ വരണം, അല്ലെങ്കിൽ ഇത് വിസിൽ വരുന്നതിന് മുമ്പ് ഈ വിസിൽ ചാടുന്ന സമയത്ത് നിർത്തി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ അടച്ച് വേവിക്കാൻ പോവുകയാണ്. കഞ്ഞി വെന്ത ശേഷം ഈ അരമുറി നാളികേരം ചിരവിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കഞ്ഞിക്കൊരു പ്രത്യേക സ്വാദായിരിക്കും. മെനോപാസ് അടുത്ത സ്ത്രീകൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതത്രേ. അവരുടെ ഹോർമോൺ ലെവലൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ ഉലുവയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. ആർത്തവ സംബന്ധമായ വേദന ഉള്ള കുട്ടികൾക്കൊക്കെ ഉലുവക്കഞ്ഞി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ വേദന കുറയ്ക്കാൻ സഹായിക്കും. മലബന്ധം അകറ്റാനും പ്രസവരക്ഷയ്ക്കുമാണ് കാര്യമായിട്ട് പഴയ കാലത്തുള്ളവർ ഉലുവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ധാന്യങ്ങളെ പോലെ ഒരു ധാന്യം ആണ് ഉലുവ, പേടിക്കാനൊന്നുമില്ല അതിനെപ്പറ്റി. എന്നാലും ഷുഗർ ഉള്ള പേഷ്യൻസൊക്കെ ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവൽ താഴും. അപ്പോൾ ഷുഗർ ലെവൽ താണാലും അത് അപകടമാണല്ലോ. അതുകൊണ്ട് അവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവ ഉപയോഗിക്കുമ്പോൾ എന്ന് മാത്രം. ഒരു പാത്രത്തിലേക്ക് ചിരവി വെച്ച നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കഞ്ഞിയെ ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞി നല്ല പോലെ വേവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ഇരുന്നോട്ടെ. നല്ല കഞ്ഞിയായി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെ ഒരു മണം കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. അതിനുശേഷം ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറുപയർ കൂടി ചേർന്ന് വന്നതുകൊണ്ട് കഞ്ഞിക്ക് നല്ല സ്വാദാണിപ്പോൾ. നല്ല കൊഴുത്ത കഞ്ഞിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് കുടിക്കാം. ഇളം ചൂടോടുകൂടി കുടിക്കാം. ചില അരിക്ക് 4 വിസിൽ വേണ്ടി വരും. എന്തായാലും നല്ല പോലെ ഈ കഞ്ഞി വേവണം, എന്നാലേ ഇതിന് നല്ല രുചി ഉണ്ടായിരിക്കുള്ളൂ. കൂടെ തന്നെ ഒരു പൊടിത്തൂവലും ചേർത്തി കഴിച്ചാൽ എന്തായാലും നല്ല ഒരു സുഖമായിരിക്കും നമ്മുടെ വയറിന്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ 88 വയസ്സുണ്ട്. ഷുഗറോ കൊളസ്ട്രോളോ BP ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ
നമ്മുടെ ആഹാരം നന്നായിരിക്കണം. ദഹിക്കാൻ പാകത്തിലുള്ള ഭക്ഷണമാണ് വാർദ്ധക്യം എത്തുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളും ആ ഒരു ശീലം പിന്തുടരുകയാണെങ്കിൽ ആശുപത്രിക്ക് അധികം പോകേണ്ട ആവശ്യം വരില്ല. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും കൂടി ചെയ്യൂ ചാനൽ.